വാഴ 2 യാതൊരു സ്റ്റാർ വാല്യൂമില്ലാതെ ബോക്സ് ഓഫീസ് തൂക്കിയ സിനിമ. ബിഗ് ബഡ്ജറ്റ് സിനിമകൾക്ക് പോലും നേടാൻ പറ്റാത്ത ആ നേട്ടം വാഴ 2 നേടി. റിലീസായിട്ട് ഇന്നേക്ക് 16 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 200 കോടി ക്ലബിലാണ് കയറിയിരിക്കുന്നത്. സിനിമയുടെ കേരള കളക്ഷൻ മാത്രം 100 കോടിയാണ്. 10 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ് ഇപ്പോൾ 200 കോടി നേടിയിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഹിറ്റും കൊണ്ട് വാഴ 2 പോയി. കറുപ്പ് RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി വരുന്ന ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ് കറുപ്പ്. മെയ് 14 ഇലക്ഷന് ശേഷമാണ് സിനിമയുടെ റിലീസ് ഉണ്ടാവുക. സിനിമയുടെ ഭാഗത്തുനിന്നും വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്ഡേറ്റ് സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഏപ്രിൽ 24 25 നടത്തുന്നതായിരിക്കും. അയാം ഗെയിം നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ സൽമാൻ നായകനായി വരുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അയാം ഗെയിം. സന്തോഷകരമായ ഒരു അപ്ഡേറ്റ് സിനിമയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 20 സിനിമ റിലീസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം പോയ ആളാ, അതുകൊണ്ട് തന്നെ അയാം ഗെയിം ദുൽഖറിന് ഒരു കംബാക്ക് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. L3 ലൂസിഫറിന്റെ സീക്വലായി വന്ന എമ്പുരാൻ സിനിമ പ്രതീക്ഷിച്ചത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. എന്നാൽ ഉണ്ടാക്കിയതാവട്ടെ വിവാദങ്ങൾ മാത്രം. ഈയിടെ നടന്ന പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂവിൽ L3യുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി തന്നിരുന്നു. സിനിമയ്ക്ക് വിവാദങ്ങളും വിമർശനങ്ങളും വന്നു എന്ന കാരണം കൊണ്ട് സിനിമ ഉപേക്ഷിക്കുന്ന ഒരാളല്ല താനെന്നും സിനിമയുടെ 3ാം ഭാഗം വരണമെന്ന് ആഗ്രഹിക്കുന്നവരും തനിക്ക് സിനിമ ചെയ്യണമെന്ന പ്രചോദനം നൽകുന്നവരും തന്റെ കൂടെയുണ്ടെന്ന് പൃഥ്വിരാജ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ L3 ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റു സിനിമകളുമായി ബന്ധപ്പെട്ട് ബിസി ആയതുകൊണ്ടാണ് L3 സിനിമ ഡിലേ ആയിരിക്കുന്നത്. എന്തായാലും പൃഥ്വിരാജിന്റെ L3 തീർച്ചയായും വരുന്നതായിരിക്കും.